ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വിഷു ഫലത്തെക്കുറിച്ചാണ്. അത് ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ഭാഗ്യവും ദൈവാധീനവും വിഷുവിന് ശേഷം വന്നു ചേരും. വിഷു എന്ന് പറയുന്നത് 2025 ഏപ്രിൽ മാസം 14-ാം തീയതി വെളുപ്പിന് 3:21 ആദിത്യൻ മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് വിഷു ഫലം ആയിട്ട് എടുക്കുന്ന സമയം. ആ സമയത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ചുകൊണ്ട് ഓരോ നക്ഷത്രക്കാരുടെയും ഫലങ്ങളാണ് വിചിന്തനം ചെയ്യുന്നത്. അതായത് ഒരു ഗ്രഹം അത് ഏറ്റവും ബലം പ്രാപിക്കുന്ന രാശിയാണ് ഉച്ചരാശി. അത് ഇത്ര ഡിഗ്രി എന്നൊക്കെയുണ്ട്. ഒരു രാശി 30 ഡിഗ്രിയാണ്. അപ്പോൾ ഓരോ ഗ്രഹവും ഓരോരോ രാശികളിലാണ് ഉച്ചം ചെയ്യുന്നത്. ജ്യോതിഷ ശാസ്ത്രത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഗ്രഹമാണ് ആദിത്യം. ആദിത്യ ഗ്രഹം തൻ്റെ ഉച്ചരാശിയായ മേടത്തിലേക്ക് പ്രവേശിക്കും. ആ സമയത്ത് പ്രധാനമായിട്ട് മീനം രാശിയിൽ ശനിയും ഇടവം രാശിയിൽ വ്യാഴവും സ്ഥിതി ചെയ്യുക കൂടി ചെയ്യും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ധനു രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാര് വളരെയധികം നേട്ടങ്ങളും വിജയങ്ങളും വന്നു ചേരും. അതായത് ഈ ഒരു വർഷം വളരെയധികം ഐശ്വര്യസമ്പൂർണമായിരിക്കും. വിഷുവിന് ശേഷം വിഷുഫലം പറയുന്നത് ഗോചരഫലങ്ങളോ ജാതകാലുള്ള ദശാകാലത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചോ ഒന്നും അല്ല. ഒരാൾ 1-ാം തീയതി കയറിയാൽ ആ കയറുന്ന ആളിൻ്റെ നന്മ പോലെ ഇരിക്കും. സാധാരണക്കാരായിരിക്കുന്ന ആൾക്കാർക്ക് വരെ അറിയാവല്ലോ, ഒരു കൈനീട്ടം വാങ്ങിയാൽ, നല്ലയാളുടെ കയ്യിൽ നിന്ന് ഒരു കൈനീട്ടം വാങ്ങിയാൽ അത് ഐശ്വര്യപൂർണമായിരിക്കും. ഒരു കച്ചവടം തുടങ്ങുന്ന സമയത്തായാലും ചില ദിവസം തുടങ്ങിയാലും ഒക്കെ അങ്ങനെ എല്ലാ കാര്യത്തിലും അത് ഉണ്ട്. എത്ര ദോഷമുള്ളതാണേലും ആ ദോഷങ്ങളൊക്കെ മാറി അനുഗ്രഹങ്ങൾ ചൊല്ലും. ഈ വർഷത്തെ വിഷുവിന് ശേഷം ധനു രാശിക്കാർക്ക് അത്യപൂർവമായ ചില ഭാഗ്യാവസ്ഥകളും നേട്ടങ്ങളും ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്നത് പോലെ ഉള്ള യോഗങ്ങൾ വരുവാൻ യോഗമുണ്ട്. അതായത് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ആരോഗ്യപരമായിട്ടൊക്കെ വളരെ ദുഃഖത്തിലും ദുരിതത്തിലും ചികിത്സ കൊണ്ടുമൊക്കെ വിഷമിച്ച് നിൽക്കുന്ന ധാരാളം ആൾക്കാർ ഈ ധനുരാശിക്കാരുണ്ട്. അതുപോലെ തന്നെ ഗ്രഹമില്ലാതെ വിഷമിക്കുക, ഗ്രഹമുണ്ടെങ്കിൽ തന്നെ അവിടെ ഒരു സമാധാനവും സ്വസ്ഥതയില്ലാതെ നാളുകളായിട്ട് സമാധാനം പടിയിറങ്ങിപ്പോയ ഒരു നക്ഷത്രക്കാരാണ് ധനുരാശിക്കാർ. അതുപോലെ ഉള്ള തൊഴിൽ നഷ്ടപ്പെടുക, പുതിയ തൊഴിൽ മെച്ചപ്പെട്ടത് കിട്ടിയില്ല എന്ന് മാത്രമല്ല, പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് ജോലി കിട്ടാതെ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉള്ള ജോലിയൊക്കെ നഷ്ടപ്പെട്ട് സമ്പത്ത് ഒന്നുമില്ലാതെ കടത്തിന് മുകളിൽ കടമായിട്ട് ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള ധാരാളം ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഈ വിഷുവിന് ശേഷം അപ്രതീക്ഷിതമായ വിജയങ്ങളും നേട്ടങ്ങളും സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ പോകും. അതായത് ആരോഗ്യം മെച്ചപ്പെടുക തന്നെ ചെയ്യും. 6-ാം ഭാവാധിപത്യമുള്ള ആ ചൊവ്വയുടെ സ്ഥിതി അല്ലെങ്കിൽ ശുക്രൻ്റെ സ്ഥിതി ഒക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. അതുപോലെ തന്നെ കുടുംബത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിലും അഭിവൃദ്ധിയാണ് സൂചിപ്പിക്കുന്നത്. പുതിയ ഗൃഹം വന്നു ചേരുന്നതിനോ പുതിയ വാഹനം വന്നു ചേരുന്നതിനോ ഉള്ള ഗൃഹം പുതുക്കിപ്പണിയുന്നതിനും ഒക്കെ യോഗമുണ്ട്. സഹോദര സ്ഥാനീയരോ സുഹൃത്തുക്കളോ സഹായിക്കുകയോ ഗവൺമെന്റിൽ നിന്ന് ഒരു സാമ്പത്തിക അഭിവൃദ്ധി നേട്ടങ്ങൾ വന്നു ചേരുക, സഹായങ്ങൾ വന്നു ചേരുക ഒക്കെ ഉണ്ടാകുന്നതിന് സൂചന. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കായാലും മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിന് ഉത്തമമായ യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെയാണ് തൊഴിൽ പലതരത്തിലും നല്ല രീതിയിൽ നടന്നു വന്നിരുന്ന, സ്വന്തമായിട്ട് ചെയ്തിരുന്ന ഉൽപ്പാദിത മേഖലകളിലുള്ള ജോലിയായാലും മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള വ്യാപാരങ്ങൾ, വൻകിട വ്യാപാരമായാലും ചെറുകിട വ്യാപാരമായാലും അതൊക്കെ കൂട്ടിക്കെട്ടി
തൊഴിൽ തന്നെ ഉപേക്ഷിച്ച് പോയ ആൾക്കാർ അതിനെക്കുറിച്ചൊക്കെ ഒന്നുകൂടി പുനർവിചിന്തനം ചെയ്ത് അത് റീഓപ്പൺ ചെയ്ത് വിജയിച്ച് നിലവിലുള്ള കടങ്ങളൊക്കെ വീടുന്നതിനും ഒരു സമ്പാദ്യം ഉണ്ടാകുന്നതിനും ഒക്കെ ഈ വിഷുവിന് ശേഷം അങ്ങനെയാണ് ഫലം കാണുന്നത്. ഈ ധനു രാശിക്കാർക്ക് വിദേശത്ത് പോകുവാനും അനുകൂലമായിരിക്കുന്ന സമയങ്ങൾ വരുന്നു. അതായത് ജലരാശിയുടെ അധിപനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുഗ്രഹം ചൊരിഞ്ഞ് അനുഗ്രഹം കിട്ടാൻ പോകുന്ന സമയമാണ്. ശത്രുക്കളൊക്കെ വർദ്ധിക്കാം. എല്ലാം കൂടെ അങ്ങ് തികഞ്ഞു എന്നല്ല വിചാരിക്കേണ്ടത്. ശത്രുക്കളൊക്കെ വർദ്ധിക്കുക സ്വാഭാവികമാണ്. അതിന് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ആ സമയത്തെ യാത്രകൾ ഒഴിവാക്കുക, സാഹസികമായി വാഹനം കൈകാര്യം ചെയ്യുന്നത് ഒഴിവാക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കുക. ഒരു ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേൾക്കുന്നിടത്തായാൽ എത്തി നോക്കാൻ പോലും പോകേണ്ട. സമയത്തായാലും പകൽ സമയത്തായാലും. അതുപോലെ തന്നെ ജലയാത്രകൾ ഒഴിവാക്കുക. തീപ്പൊള്ളലൊന്നും ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. അതായത് ഈ പടക്കം പൊട്ടിക്കുക, അല്ലെങ്കിൽ ഗ്യാസൊക്കെ അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്യുക. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഫോണിലൊക്കെ നോക്കിക്കൊണ്ടും ശ്രദ്ധയില്ലാതെയൊക്കെ ഗ്യാസൊക്കെ കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് മറ്റ് മിലിറ്ററി ഓഫീസേഴ്സ്, പോലീസ് ഓഫീസേഴ്സ്, സെക്യൂരിറ്റി വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുന്നവർ, സാമൂഹിക സന്നദ്ധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ, പത്രപ്രവർത്തകർ, ഇവരൊക്കെ ജാഗ്രതയും ശ്രദ്ധയും എപ്പോഴും വേണ്ട ഒരു കാലമാണ്. IT മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ പുരോഗതി വന്നു ചേരും. അതുപോലെ തന്നെയാണ് മെഡിക്കൽ രംഗവും. കൃഷി കാര്യങ്ങളിൽ ചെയ്യുന്നവർക്കും അഭിവൃദ്ധികൾ സൂചകമാണ്. പ്രത്യേകിച്ച് വാഹന സംബന്ധമായ ജോലികളൊക്കെ ചെയ്യുന്നവർ, മെക്കാനിക്കൽ വിഭാഗമായാലും ഡ്രൈവിംഗ് ജോലി ആയാലും ഒക്കെ അഭിവൃദ്ധികൾ സൂചകമാണ്. മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെയായി ബന്ധപ്പെട്ട് ജോലികൾ ചെയ്യുന്നവർക്കും അഭിവൃദ്ധികരമാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു. തൊഴിൽ തടസ്സങ്ങൾ നോക്കുന്നതിനോ മറ്റ് കടങ്ങൾ വീടുന്നതിനും കാര്യങ്ങൾ നോക്കുന്നതിനോ ബിസിനസ് നഷ്ടമാണ് എങ്കിൽ അത് പുരോഗതി പ്രാപിക്കുവാൻ പറ്റിയ സമയമാണോ, വിവാഹത്തിന് പറ്റിയ സമയമാണോ, ഇതിനൊക്കെ നോക്കുവാൻ അവസരമുണ്ടായിരുന്നു. എല്ലാവർക്കും ഐശ്വര്യപൂർണവും സന്തോഷകരവുമായ വിഷു ആശംസകൾ.